ഹലോ മക്കൾസ്, എടാ നമ്മൾ 5ാം ക്ലാസ്സിലെ ഒറ്റയല്ലൊരു ജീവിയും ദ ചെയിൻ ഓഫ് ലൈഫ് എന്നുള്ള ചാപ്റ്ററിന് നിർബന്ധമായിട്ടും നിങ്ങളുടെ എക്സാമിന് ബേസിക് സയൻസ് എക്സാമിന് നമ്മുടെ അടിസ്ഥാന പാഠാവലി എക്സാമിന് നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് സാറിന് വന്നത് കേട്ടോ. നോക്കടാ, നമുക്ക് ഒരു ചിത്രം തരും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ജീവികളെ തരും. ഇപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട് അല്ലേ, ഒരു കാടിൻ്റെ ചിത്രമാണ് അല്ലേ, ഇങ്ങനെ തരാം. അല്ലെങ്കിലോ കുറേ ജീവികളെ തരാം, എന്നിട്ട് പറയും ഫുഡ് ചെയിൻ എഴുതുക അല്ലേ, ആഹാര ശൃംഖല എഴുതാൻ വേണ്ടി പറയാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ആ ജീവികളെ വെച്ച് ഒരു ഫുഡ് ചെയിൻ എഴുതാൻ അറിയണം. ചിലപ്പോൾ 1-2 ഫുഡ് ചെയിൻ എഴുതാൻ വേണ്ടി പറയും. സാർ എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ നമുക്ക് കാണിച്ചു തരാം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് എന്താണ്, ഒരു പുല്ല് അല്ലെങ്കിൽ നെല്ല്, അങ്ങനെ എന്തെങ്കിലും ഒരു ചെടി ആയിരിക്കും നമുക്ക് ആദ്യം ഉണ്ടാവും അല്ലേ. സോ മാഷ് ആദ്യം എന്ത് ചെയ്യാണ്, ആദ്യം ഒരു പുല്ല് എന്ന് എഴുതി അല്ലേ. അപ്പോൾ പുല്ല്, ഇനി ഈ പുല്ലിനെ കഴിക്കുന്ന ആളെയല്ലേ നമ്മൾ രണ്ടാമതായിട്ട് എഴുതുക. അതെ, നമുക്കറിയാവുന്ന ഒരു എക്സാമ്പിൾ ആരാ മക്കളെ, പുൽച്ചാടി. ഓക്കെ അല്ലേ. അപ്പോൾ പുല്ല് കഴിക്കുന്ന പുൽച്ചാടി ഉണ്ട് അല്ലേ, പുൽച്ചാടി. ഓക്കെ അല്ലേ. ഇനി ഈ പുൽച്ചാടിയെ ആരാണോ ഭക്ഷണമാക്കുക, പുൽച്ചാടിയെ ആരാണോ കഴിക്കുക, അത് വേണം നമ്മൾ വീണ്ടും എഴുതാൻ അല്ലേ. പുല്ല്, പുൽച്ചാടി, പുൽച്ചാടിയെ കഴിക്കുന്ന, അതെ യെസ്, തവള. തവളയുണ്ട് അല്ലേ. തവള ആരെ കഴിക്കും, പുൽച്ചാടിയെ കഴിക്കും. ഇനി ആ തവളയെ കഴിക്കുന്ന ആളാരാ കാട്ടിലുണ്ടാവുക, പാമ്പ് ഉണ്ടാവാറുണ്ട് അല്ലേ. സോ തവളയെ കഴിക്കുന്ന പാമ്പ്. ഇനി അവസാനമായിട്ട് ആ പാമ്പിനെ കഴിക്കുന്ന ഒരാളെയും കൂടെ നമുക്ക് എഴുതാനുണ്ട്. ആരാണ് മക്കളെ, യെസ്, മാനത്ത് ഉയർന്ന് പറന്ന് നടക്കുന്ന പരുന്തുണ്ട് അല്ലേ. സോ പരുന്തായിരിക്കും എന്ത് വരിക, അവസാനമായിട്ട് വരുന്ന ആൾ പരുന്ത് അല്ലേ. സോ ഇതിൻ്റെ ഇംഗ്ലീഷും കൂടെ മാഷ് എഴുതട്ടെ. ഓക്കെ, നിങ്ങൾ നോക്കിയിരിക്കണേ. ഓക്കെ, ആദ്യം വരുന്ന ആളാരാ മക്കളെ, പുല്ല് അല്ലേ. നമുക്ക് ഗ്രാസ് എന്ന് എഴുതാം. ഗ്രാസിന് മുകളിൽ ആരുണ്ട്, ഗ്രാസ് ഹോപ്പർ ഉണ്ട് അല്ലേ, ഗ്രാസ് ഹോപ്പർ ഉണ്ട്. ഇനിയോ ആ ഗ്രാസ് ഹോപ്പറെ കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രോഗ് ഉണ്ട്, ഫ്രോഗ് ഉണ്ട്. ഇനി ഫ്രോഗിനെ കഴിക്കാൻ വേണ്ടിയിട്ട് ആരുണ്ട്, സ്നേക്ക് ഉണ്ടല്ലോ. ഓക്കെ, ആ സ്നേക്കിനെ കഴിക്കാൻ വേണ്ടിയിട്ട് ആരാളുള്ളത് മക്കളെ, യെസ്, ഈഗിൾ ഉണ്ട് അല്ലേ, ഈഗിൾ ഉണ്ട്. നോക്കടാ, ഇതിൽ ഈ നമ്മൾ ഏതൊരു ഫുഡ് ചെയിൻ എഴുതാന്നുണ്ടെങ്കിലും ഏറ്റവും ആദ്യം വരുന്ന ആൾ ആരായിരിക്കും എന്ന് അറിയോ, ഏതെങ്കിലും ചെടികളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കും, ഹരിത സസ്യങ്ങളായിരിക്കും. അത് മക്കളെ എക്സാമിന് എന്ത് ചെയ്യും, ചോദിക്കും. എന്താ ചോദിക്കുക മക്കളെ, യെസ്, ഇവിടെ വരുന്ന നമ്മുടെ ഫുഡ് ചെയിനിൻ്റെ ആഹാര ശൃംഖലയുടെ ആദ്യം വരുന്ന ആൾ ആരാണ്, ഹരിത സസ്യങ്ങളാണ്. ഓക്കെ അല്ലേ. ഇനി അവസാനം വരുന്ന ജീവികൾ കുറച്ചൊക്കെ വലിയ ജീവികളായിരിക്കും. മനുഷ്യന്മാരൊക്കെ വരാം, അല്ലെങ്കിൽ സിംഹം വരാം, അല്ലെങ്കിൽ പരുന്ത് വരാം. അവരെ പിന്നെ ആരും എന്ത് ചെയ്യില്ല, അങ്ങനെ ഭക്ഷണമാക്കാറില്ല അല്ലേ. ഏതെങ്കിലും സിംഹത്തിനെ വേറെ ഏതെങ്കിലും ജീവി കഴിക്കാറുണ്ടോ, കഴിക്കാറില്ല അല്ലേ, നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ത് വരിക, നമ്മുടെ ആഹാര ശൃംഖല വരിക. അപ്പോൾ ക്വസ്റ്റ്യനാണ് മക്കളെ, ആദ്യം വരുന്ന ഈ പുല്ല് അല്ലെങ്കിൽ ഈ ഗ്രാസ്, അവരെങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുക, അവരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, നമുക്കതറിയോ? അതാണ് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു പരിപാടി അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഇവിടെയുള്ള നമ്മുടെ ഭൂമിയിൽ ഇവിടെയുള്ള ജലം അല്ലേ, ജലം, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയും വാട്ടർ എന്ന് പറയും അല്ലേ. സോ ഈ വാട്ടറും പിന്നെ നമുക്കറിയാം മറ്റൊരാളെ നമ്മളെ അന്തരീക്ഷത്തിലുണ്ട്, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുണ്ട്. ആരാണ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. നമ്മൾ മലയാളത്തിൽ എങ്ങനെ എഴുതുക, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. പിന്നെ സൂര്യപ്രകാശം. ഓക്കെ, സൂര്യപ്രകാശം അല്ലേ, സൂര്യപ്രകാശം, സൺലൈറ്റ് അല്ലേ. അപ്പോൾ ഈ 3 പേരും കൂട്ടിച്ചേർത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ ആർക്ക് കഴിയും, നമ്മൾ ആദ്യം കാണിച്ച നമ്മുടെ ഫുഡ് ചെയിനിൽ ആദ്യം വരുന്ന ഇവർക്ക് കഴിയും. ഓക്കെ, അത് അവരുടെ മാത്രം പ്രത്യേകതയാണ്. നമ്മൾ ആ ഒരു പ്രോസസ്സിനെ പറയും ഫോട്ടോസിന്തസിസ്. എന്താ പറയാ, ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം. ഓക്കെ അല്ലേ. സോ നമുക്ക് നോക്കാം, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ആദ്യം കാണിച്ച ഒരാൾ അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ലവണങ്ങൾ എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. ഇത് എപ്പോഴാണ് നിർമ്മിക്കുക, സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചിട്ട്, വെറുതെ അല്ല, സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചിട്ടാണ് ഇവരിങ്ങനെ ചെയ്യാം. ഓക്കെ, മനസ്സിലായില്ലേ. അപ്പോൾ 2 പേരും പിന്നെ സൂര്യപ്രകാശം കൂടെ വേണം. ആരാണ്, ജലവും ലവണങ്ങളും, പിന്നെ ആരാണ്, കാർബൺ ഡൈ ഓക്സൈഡും. ജലവും ലവണങ്ങളും എവിടെ കിട്ടുക, നമ്മളെ മണ്ണിൽ നിന്ന് വേരുകൾ വലിച്ചെടുക്കും അല്ലേ, ചെടിയുടെ വേരുകൾ വലിച്ചെടുക്കും ജലവും ലവണങ്ങളും.
പിന്നെയോ കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ കിട്ടുക? നമ്മൾ അന്തരീക്ഷത്തിൽ ഇഷ്ടംപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാം. സൂര്യപ്രകാശം എവിടെ കിട്ടുക? രാവിലെ ആയാൽ സൂര്യൻ വരുമല്ലോ, സോ സൂര്യപ്രകാശം കിട്ടും. അത് മൂന്നും ഉപയോഗിച്ച് ഇവരെന്ത് ചെയ്യും? ആഹാരം ഉണ്ടാക്കും അല്ലേ, ഇതിന് ഉപയോഗപ്പെടുത്തുന്നു. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം, മക്കളെ പഠിച്ചു വെച്ചോ, ചോദിക്കും നിർബന്ധമായിട്ട് മക്കളെ എക്സാമിന് ചോദിക്കും. മക്കളെ എല്ലാവരും എഴുതി വെക്കണേ, ഇംഗ്ലീഷിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു അല്ലേ. ഇനി മക്കളെ ഒന്നും കൂടെ ചോദിക്കാം, ഒരു കാര്യം കൂടി ചോദിക്കാം. എന്താണ് ഈ ഫോട്ടോസിന്തസിസ് എവിടെ വെച്ച് നടക്കുക? നമുക്കറിയണം, ഇലകളിലെ ഹരിതകം. എവിടെ? ഇലകൾ അല്ലേ. നമുക്കറിയാം സ്റ്റെമ്മ്, റൂട്ട്, ലീവ്സ് ഒക്കെ ഉണ്ട് അല്ലേ, നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. യെസ്, അതല്ല അവിടെ അതിലെവിടെയാണ് നടക്കുക? ലീവ്സിലാണ് എന്ത് ചെയ്യുക? ഇത് നടക്കുക. ആ ലീവ്സിൻ്റെ ഉള്ളിലുള്ള ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ അവിടെ വെച്ച് എന്ത് ചെയ്യും? ഈ ഫോട്ടോസിന്തസിസ് നടക്കും. ആ ഒരു വർണ്ണകമാണ് എന്ത് ചെയ്യുക? സസ്യങ്ങളെ ഇങ്ങനെ ആഹാരം ഉണ്ടാക്കാൻ സഹായിക്കുക. ഓക്കെ, ഇതിൻ്റെ ഫലമായിട്ട് ആര് പുറത്തേക്ക് വരും? ഓക്സിജൻ പുറത്തേക്ക് വരും. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവരെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഈ പ്രവർത്തനം നടക്കുക. പക്ഷേ പുറത്തേക്ക് വരുന്ന ആളാരെ മക്കളെ? ഓക്സിജൻ ആണ്. നമുക്ക് എന്തിനാ ഓക്സിജൻ? നമുക്കൊക്കെ ശ്വസിക്കാൻ വേണ്ടി ഓക്സിജൻ വേണ്ടേ? സോ ഓക്സിജൻ എന്ത് ചെയ്യും? പുറത്ത് വിടും. ആരെ പുറത്ത് വിടുക? ഓക്സിജൻ അല്ലേ. സോ ഈ പ്രവർത്തനം നടന്നാൽ, ഫോട്ടോസിന്തസിസ് നടന്നാൽ, അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടന്നാൽ ആഹാരം ഉണ്ടാക്കും സസ്യങ്ങൾ അല്ലേ. സസ്യങ്ങൾ ഉണ്ടാക്കുന്ന ആ ആഹാരമാണ് നമ്മൾ എന്ത് ചെയ്യുക? മെല്ലെ സസ്യം അറിയാതെ അങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ കഴിക്കുക അല്ലേ. നമ്മൾ മാങ്ങ അല്ലേ, മാംഗോ ട്രീമ് മാങ്ങ ഉണ്ടാവാറില്ലേ, ആ മാങ്ങ നമ്മൾ പൊട്ടിക്കാറില്ലേ, അതൊക്കെ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? നമ്മുടെ മാംഗോ ട്രീ ഉണ്ടാക്കുന്നത് ഫോട്ടോസിന്തസിസ് വഴി. നമ്മളെ മാങ്ങ പൊട്ടിച്ച് നമ്മൾ കഴിക്കാറില്ലേ. സോ നമുക്കൊക്കെ ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോസിന്തസിസ് നടക്കണം. അപ്പോൾ നമുക്ക് ഭക്ഷണവും കിട്ടും, ഓക്സിജനും കിട്ടും. പ്രാണവായുവായ ഓക്സിജൻ നമുക്ക് വേണ്ടേ. സോ ആ ഓക്സിജനും എങ്ങനെ ഉണ്ടാവുന്നത്? ഈ ഒരു പ്രോസസ്സിലൂടെ ഉണ്ടാവുന്നത്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രകാശ സംശ്ലേഷണം. സോ മക്കൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് പഠിക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ ഫുഡ് ചെയിനും വന്ന് ഫോട്ടോസിന്തസിസിലേക്ക് വരുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ മക്കളോട് എന്തായാലും ചോദിക്കും. മക്കൾ എന്ത് ചെയ്യണം? എന്തായാലും ആൻസർ ചെയ്യുക. ഇനി മക്കൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ നോട്ട്സും ഈ ക്ലാസ്സിൻ്റെ നോട്ട്സും ബാക്കി നമ്മുടെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം കേട്ടോ. എന്താണ് നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അമ്മയുടെ ഫോണിൽ നിന്നോ അച്ഛൻ്റെ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ ഏട്ടൻ്റെയോ ചേച്ചിയുടെയോ ഏതെങ്കിലും ഫോണിൽ നിന്ന് ഈ വീഡിയോൻ്റെ താഴെയുള്ള ലിങ്കിൽ കയറിയിട്ട് ആ വാട്സപ്പ് ലിങ്കിലേക്ക് കയറണം. ആ ലിങ്ക് നേരെ എങ്ങോട്ടേക്ക് പോകും? വാട്സപ്പിലേക്കാണ് പോവുക. അതിൽ നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മൾ 5ാം ക്ലാസ്സിൽ എല്ലാ മക്കളും അവിടെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അവിടെ കാര്യങ്ങൾ ചോദിച്ചും പഠിച്ചും മനസ്സിലാക്കി എന്ത് ചെയ്യണം? നമുക്ക് എല്ലാതും ഇങ്ങനെ പറഞ്ഞു പോകണം. സോ എല്ലാവരും എന്ത് ചെയ്യണം? ഇപ്പോൾ തന്നെ ഈ വീഡിയോൻ്റെ താഴെയുള്ള ലിങ്കിൽ കയറിയിട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് വരണം. ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാം. മുർഷിദ് സാർ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഉണ്ട് കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാം. എല്ലാ വീഡിയോസിൻ്റെ ലിങ്കും അവിടെ ഷെയർ ചെയ്യും, എല്ലാ ലൈവിൻ്റെ ലിങ്കും അവിടെ ഷെയർ ചെയ്യും. സോ മക്കളെ നമുക്ക് എല്ലാവർക്കും അവിടെ വെച്ച് കാണാം. എല്ലാവരും ഇപ്പോൾ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് പോരും കേട്ടോ. സോ ബൈ.